എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ നമ്മൾ ജോഗ്രഫിയുടെ ഇനി വരുന്ന നിങ്ങൾക്ക് എക്സാംസിന് ചോദിക്കുവാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കുകളും എടുത്തിട്ട് അത് വേഗത്തിൽ കവർ ചെയ്യുന്ന ഒരു ക്രാഷ് കോഴ്സ് ആരംഭിക്കുകയാണ്. അപ്പം കൂടുതലൊന്നും അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്ക് ഡയറക്റ്റ്ലി തന്നെ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ പഠനങ്ങൾ ആരംഭിക്കുന്നത് യൂണിവേഴ്സിലെ നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചാണ്. അങ്ങനെ നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഓഫ് കോഴ്സ് അതിൽ നിന്നും വരാൻ സാധ്യതയുള്ള ആദ്യത്തെ ചോദ്യമെന്ന് പറയുന്നത് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചാണ്. അല്ലെങ്കിൽ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഒറിജിനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സിദ്ധാന്തം ഏതെന്നാണ് നമുക്കതിൽ നിന്ന് വരുവാൻ സാധ്യതയുള്ള ആദ്യത്തെ ചോദ്യമെന്ന് പറയുന്നത്. നമ്മുടെ ഒറിജിൻ ഓഫ് യൂണിവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സിദ്ധാന്തം ഏതാണ്? ബിഗ് ബാങ് തിയറിയാണ്. അപ്പോൾ ആരാണ് ഈ ബിഗ് ബാങ് തിയറി പ്രൊപ്പോസ് ചെയ്തത്? 1931 കാത്തോലിക് പ്രീസ്റ്റായിട്ടുണ്ടായിരുന്ന ജോർജ് ലെമിറ്ററാണ് ഈ ഒരു തിയറി പ്രൊപ്പോസ് ചെയ്യുന്നത്. അത് 1931 ഇദ്ദേഹം ഈ ഒരു സിദ്ധാന്തം പ്രൊപ്പോസ് ചെയ്യുന്നത്. ഇതിനു മുമ്പും പലരും ഈ ഒരു സിദ്ധാന്തമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഒഫീഷ്യലി ഈ ചോദ്യത്തിൻ്റെ ഉത്തരവെന്ന് പറയുക ജോർജ് ലെമിറ്ററാണ്. ഇനി എന്താണ് ബിഗ് ബാങ് തിയറി എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. ഏകദേശം 14 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു സ്ഫോടനം. ആക്ച്വലി ഈ സ്ഫോടനം എന്നുള്ളതിനെ നമുക്ക് സ്ട്രെച്ചിങ് എന്നും പറയാം. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ കാണുന്ന യൂണിവേഴ്സും പ്രപഞ്ചവും ഒക്കെ ഉണ്ടായത് എന്ന് പറയുന്ന സിദ്ധാന്തമാണ് ബിഗ് ബാങ് തിയറി. അത് പ്രൊപ്പോസ് ചെയ്തത് ജോർജ് ലെമിറ്ററാണ്. ഇനി രണ്ടാമതായി ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം, നമ്മുടെ പ്രപഞ്ചത്തിൽ അനേക കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. ഈ നക്ഷത്രങ്ങളെല്ലാം വിവിധ നിറങ്ങളിലാണ് കാണപ്പെടുന്നത്. അപ്പം ഒരു നക്ഷത്രത്തിൻ്റെ നിറം അല്ലെങ്കിൽ അതിൻ്റെ കളറെന്ന് പറയുന്നത് അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഒരു നക്ഷത്രത്തിൻ്റെ നിറം അല്ലെങ്കിൽ അതിൻ്റെ കളറെന്ന് പറയുന്നത് അതിൻ്റെ താപനില അല്ലെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചറിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും താപനില കൂടിയ ഒരു നക്ഷത്രം അതൊരു നീല കളറിലായിരിക്കും കാണപ്പെടുക. അതിനേക്കാളും കുറച്ചും കൂടെ താപനില കുറഞ്ഞത് കാണപ്പെടുക ഒരു ബ്ലൂ വൈറ്റ് കളറിലായിരിക്കും. പിന്നെയും താപനില കുറഞ്ഞാൽ അതൊരു യെല്ലോ കളർ, നമ്മുടെ സൂര്യനില്ലേ, നമ്മുടെ സൂര്യനെ പോലെ ഒരു യെല്ലോ കളറിലായിരിക്കും കാണപ്പെടുക. അതിൻ്റെ ഒരു സർഫസ് ടെമ്പറേച്ചർ എന്നൊക്കെ പറയുന്നത്, നമ്മുടെ സൂര്യൻ്റെ സർഫസ് ടെമ്പറേച്ചർ എത്രയാണ്? ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. പിന്നെയും താപനില കുറഞ്ഞാൽ ഒരു ഓറഞ്ച് കളറിൽ കാണപ്പെടും. ഏറ്റവും താപനില കുറഞ്ഞ ഏറ്റവും കൂളസ്റ്റ് ആയിട്ടുള്ള നക്ഷത്രങ്ങൾ കാണപ്പെടുക റെഡ് കളറിലായിരിക്കും. നമ്മളതിനെയാണ് റെഡ് ഡ്വാർഫ് എന്നൊക്കെ നമ്മൾ പറയാറില്ല. അപ്പോൾ ഈ ഒരു ചോദ്യം ഇതിനു മുമ്പ് പല എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഒന്നാണ്. ഒരു നക്ഷത്രത്തിൻ്റെ നിറം എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ഒരു നക്ഷത്രത്തിൻ്റെ നിറം എന്ന് പറയുന്നത് അതിൻ്റെ താപനിലയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമതായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഇത് പലരും വെപ്രാളം കൊണ്ട് തെറ്റിക്കുന്നൊരു ചോദ്യമാണ് കേട്ടോ. ദ സ്റ്റാർ ക്ലോസസ്റ്റ് ടു ദ എർത്ത്, അതായത് നമ്മുടെ ഭൂമിയോട് ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന നക്ഷത്രം ഏതെന്ന് ചോദിക്കുന്ന സമയത്ത് ചില കുട്ടികൾ വളരെ തിരക്കോടുകൂടി ഉത്തരം എഴുതുന്നതുകൊണ്ട് അവർ പോയി അതിന് പ്രോക്സിമ സെഞ്ചുറി എന്ന് ആൻസർ ചെയ്യും. അത് ആ ഒരു തിരക്കൊണ്ട് തെറ്റിപ്പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക, നമ്മുടെ ഭൂമിയോട് ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന നക്ഷത്രം എന്ന് പറയുന്നത് നമ്മുടെ സൂര്യനാണ്. എന്നാൽ ചോദ്യം ഇങ്ങനെ വരികയാണ്, സ്റ്റാർ ക്ലോസസ്റ്റ് ടു ദ സൺ അല്ലെങ്കിൽ നമ്മുടെ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്, നമ്മുടെ സോളാർ സിസ്റ്റത്തിനോടോ നമ്മുടെ സൂര്യനോടോ ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന നക്ഷത്രം ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് പ്രോക്സിമ സെഞ്ചുറിയാണ്. പ്രോക്സിമ സെഞ്ചുറി നമ്മുടെ സൂര്യനിൽ നിന്നും ഏകദേശം 4.2 ലൈറ്റ് ഇയേഴ്സിനപ്പുറം, അതായത് 4.2 പ്രകാശ വർഷങ്ങൾക്ക് അപ്പുറം കാണപ്പെടുന്ന ഒരു നക്ഷത്ര സമൂഹമാണ് പ്രോക്സിമ സെഞ്ചുറി. നക്ഷത്ര സമൂഹം എന്ന് ഞാൻ പറയാനുള്ള കാരണം, ഈ പ്രോക്സിമ സെഞ്ചുറി എന്ന് പറയുന്നത് ആൽഫ സെഞ്ചുറി സ്റ്റാർ സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടാണ്. അതായത് 3 നക്ഷത്രങ്ങൾ കൂടി ചേരുന്നൊരു സോളാർ സിസ്റ്റമാണ് ആൽഫ സെഞ്ചുറി സ്റ്റാർ സിസ്റ്റം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പാർട്ടാണ് പ്രോക്സിമ സെഞ്ചുറി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, നമ്മുടെ സൂര്യനോട് അതായത് നമ്മുടെ സോളാർ സിസ്റ്റത്തോട് ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന നക്ഷത്രം ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് പ്രോക്സിമ സെഞ്ചുറിയാണ്. ഈ പ്രോക്സിമ സെഞ്ചുറി ആൽഫ സെഞ്ചുറി സ്റ്റാർ സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ട് കൂടിയാണെന്നുള്ളതും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അതൊരു ആൽഫാസായി നമുക്ക് ചോദിക്കുവാൻ സാധ്യതയുള്ള ചോദ്യം, ബ്രൈറ്റസ്റ്റ് സ്റ്റാർ ഔട്ട്സൈഡ് അവർ സോളാർ സിസ്റ്റം, അതായത് നമ്മുടെ സൗരയൂഥത്തിന് പുറത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരവെന്ന് പറയുന്നത് സിറിയസ് ആണ്. നമുക്ക് ഭൂമിയിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം എന്ന് പറയുന്നത് സിറിയസ് ആണ്. അപ്പം നമ്മുടെ സൂര്യനേക്കാളും ഏകദേശം 25 മടങ്ങ് ബ്രൈറ്റാണ് നമ്മുടെ സിറിയസ് എന്ന് പറയുന്ന നക്ഷത്രം. ഏകദേശം 8.6 പ്രകാശ വർഷങ്ങൾക്കപ്പുറമാണ് ഈ സിറിയസ് എന്ന് പറയുന്ന നക്ഷത്രം ഇരിക്കുന്നത്. ലാറ്റിൻ ഭാഷയിൽ
ഗ്രേറ്റർ ഡോഗ് എന്നർത്ഥം വരുന്ന ക്യാനിസ് മേജർ കോൺസ്റ്റലേഷൻ്റെ ഒരു പാർട്ടാണ് സിറിയസ് എന്ന് പറയുന്ന ഈ ഒരു നക്ഷത്രം. അപ്പോൾ ഇത്രയും കാര്യം കൂടി ഒന്ന് ഓർത്ത് വെക്കുക. അതിൻ്റെ കൂടെ ഓർത്ത് വെക്കുക, ഈജിപ്ഷ്യൻസ് ഇതേ നക്ഷത്രത്തെ വിളിക്കുന്നത് നൈൽ സ്റ്റാർ എന്നാണ്. അപ്പോൾ നൈൽ സ്റ്റാർ എന്നറിയപ്പെടുന്ന നക്ഷത്രം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഉത്തരവുമായിട്ട് വരിക സിറിയസ് തന്നെയാണ്. സോ അപ്പം നമ്മുടെ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായി കാണാം. അതായത് നമ്മുടെ സൗരയൂഥത്തിന് പുറത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം സിറിയസ് ആണ്. ഈ സിറിയസ് തന്നെ അറിയപ്പെടുന്നതാണ് നൈൽ സ്റ്റാർ എന്നും, അതുപോലെ തന്നെ ഡോഗ് സ്റ്റാർ എന്നും അറിയപ്പെടുന്ന നക്ഷത്രം നമ്മുടെ സിറിയസ് ആണ്. ഇതും ചോദിക്കും, ഡോഗ് സ്റ്റാർ എന്നറിയപ്പെടുന്ന നക്ഷത്രം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം സിറിയസ് ആണ്. നൈൽ സ്റ്റാർ എന്നറിയപ്പെടുന്ന നക്ഷത്രം ഏതെന്ന് ചോദിച്ചാലും സിറിയസ് തന്നെയാണ്. ഇനി അഞ്ചാമതായിട്ട് ചോദിക്കുവാൻ സാധ്യതയുള്ള ചോദ്യം ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി തന്നെ പറഞ്ഞായിരുന്നു. അതായത് നമ്മുടെ സൗരയൂഥത്തിനോട് ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന നക്ഷത്രം ഏതെന്നുള്ളത്. അവിടെ ഇപ്പം നിങ്ങൾ ആ ഒരു ഓർഡറിൽ ഓർത്തിരിക്കുക. സൗരയൂഥത്തിനോട് ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന നക്ഷത്രം എന്ന് പറയുന്നത് പ്രോക്സിമ സെഞ്ചുറിയാണ്. ഏകദേശം 4.2 ലൈറ്റ് ഇയേഴ്സിനപ്പുറമാണ് പ്രോക്സിമ സെഞ്ചുറി കാണപ്പെടുന്നത്. അത് കഴിഞ്ഞ് കാണപ്പെടുന്നത് 2 നക്ഷത്രങ്ങളാണ്. ഈ ആൽഫ സെഞ്ചുറി എന്ന് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നതിനകത്ത് ആൽഫ സെഞ്ചുറി എയും ഉണ്ട്, ആൽഫ സെഞ്ചുറി ബിയും ഉണ്ട്. ഈ 2 നക്ഷത്രങ്ങൾ അടുത്തടുത്താണ് കാണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആൽഫ സെഞ്ചുറി ഇട്ടേക്കുന്നത്. അത് ഏകദേശം 4.3 ലൈറ്റ് ഇയേഴ്സിനപ്പുറമാണ്. പിന്നെ അത് കഴിഞ്ഞ് കാണപ്പെടുന്ന നാലാമതായിട്ട്, അതായത് നമ്മുടെ സൗരയൂഥത്തിനോട് ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന 4ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ബെർണാഡ് സ്റ്റാർ ആണ്. അത് ഏകദേശം 5.9 ലൈറ്റ് ഇയേഴ്സിനപ്പുറമാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം ഞാൻ ഓൾറെഡി പറഞ്ഞു പോയതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ഇനി അതിന് വേണ്ട എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ സൗരയൂഥത്തിനോട് ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന നക്ഷത്രം ഏതെന്ന് ചോദിച്ചാൽ പ്രോക്സിമ സെഞ്ചുറിയാണ്. 4.2 പ്രകാശ വർഷങ്ങൾക്കപ്പുറമാണ് പ്രോക്സിമ സെഞ്ചുറി കാണപ്പെടുന്നത്. ആറാമതായി നമുക്ക് ചോദ്യം വരുവാൻ സാധ്യതയുള്ളൊരു കാര്യം ഷേപ്പ് ഓഫ് മിൽക്കി വേ ഗാലക്സി. അതായത് നമ്മുടെ ആകാശഗംഗ അല്ലെങ്കിൽ നമ്മുടെ മിൽക്കി വേ ഗാലക്സി ഉണ്ട്. നമ്മുടെ ഗാലക്സിയുടെ ഷേപ്പ് എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ ഓരോ ഗാലക്സികളും വിവിധ ഷേപ്പുകളിലാണ് കാണപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ ഗാലക്സി, നമ്മുടെ ആകാശഗംഗ അല്ലെങ്കിൽ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ ഷേപ്പ് എന്താണ് എന്നൊരു ചോദ്യം വരുവാനായിട്ട് സാധ്യതയുണ്ട്. നമ്മുടെ ഗാലക്സിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സ്പൈറൽ ഷേപ്പാണ്. ഇതേ സ്പൈറൽ ഷേപ്പിൽ കാണപ്പെടുന്ന മറ്റൊരു ഗാലക്സിയാണ് ആൻഡ്രോമെഡ ഗാലക്സി. നമുക്കിപ്പം ഗാലക്സികളുടെ ഷേപ്പിനെ പ്രധാനമായിട്ടും 3ആയിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് സാധിക്കും: സ്പൈറൽ, എലിപ്റ്റിക്കൽ, ഇറഗുലർ. ഒരു സ്പൈറൽ ഗാലക്സി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സെൻട്രൽ ന്യൂക്ലിയസും അത് കൂടാതെ ഒരു ഗ്രേറ്റ് സ്പൈറൽ ആംസും കാണും. നിങ്ങൾക്കതൊരു പിക്ചർ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാകും. അതിനൊരു സെൻട്രൽ ന്യൂക്ലിയസും കാണും, അതുപോലെ തന്നെ ഗ്രേറ്റ് സ്പൈറൽ ആംസും കാണും. ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലേക്ക് വരുന്ന സമയത്തും സ്പൈറൽ പോലെ തന്നെ ഇരിക്കും, പക്ഷെ അതിന് സ്പൈറൽ ആംസ് കാണപ്പെടത്തില്ല. സ്പൈറൽ പോലെ ഇരിക്കുകയും സ്പൈറൽ ആംസ് കാണപ്പെടാതിരിക്കുകയും ചെയ്യുന്നതാണ് എലിപ്റ്റിക്കൽ ഗാലക്സികൾ എന്ന് പറയുന്നത്. പിന്നീട് ഇറഗുലർ ഉണ്ട്. ഇറഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് യാതൊരു ഷേപ്പും കാണത്തില്ല. അപ്പോൾ ഗാലക്സികളുടെ ഷേപ്പിനനുസരിച്ച് നമുക്കതിന് 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കും: സ്പൈറൽ, എലിപ്റ്റിക്കൽ, ഇറഗുലർ. സ്പൈറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ന്യൂക്ലിയസും കൂടാതെ ഗ്രേറ്റ് സ്പൈറൽ ആംസും കാണും. എലിപ്റ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഷേപ്പ് ഏകദേശം അതുപോലെയൊക്കെ ആയിരിക്കും, പക്ഷേ അതിന് സ്പൈറൽ ആംസ് കാണത്തില്ല. ഇറഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യാതൊരു ഷേപ്പും കാണില്ല. അപ്പോൾ അത്രയുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ നമുക്ക് ഒരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ അല്ല മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണമെന്നും കമൻറ്റ് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും പറ്റുവാണെങ്കിൽ ഷെയർ ചെയ്യണമെന്നും ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി പറയുക കേട്ടോ. ഓക്കെ, താങ്ക് യു.